നമസ്കാരം, ഞാൻ ശ്രീജിത്ത് ബാലകൃഷ്ണൻ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. മുഖ്യനെ കൊടുക്കാൻ മൊഴിയിൽ ഉറച്ച്. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ മൊഴിയിൽ ഉറച്ച് ശ്രീധരൻ നായർ. പദ്ധതിയിൽ സുഹൃത്തുക്കളെയും പങ്കാളികളാക്കാൻ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. സബ്സിഡി കാര്യത്തിൽ ഉറപ്പ് നൽകിയത് മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയെ തനിച്ചു കാണാൻ അവസരമുണ്ടാക്കിയത് സരിത, സഹായത്തിന് ജോപ്പനും. മുഖ്യമന്ത്രി സംസാരിച്ചത് പരിചയഭാവത്തോടെയെന്നും ഇടവേളയ്ക്ക് ശേഷം രംഗത്തിറങ്ങിയ ശ്രീധരൻ നായർ. ആശ്വാസം തേടി തരൂർ, അന്വേഷണം മുന്നോട്ട്. സുനന്ദ പുഷ്കർ കൊലക്കേസിൽ ശശി തരൂരിനെ അടുത്ത ദിവസം ചോദ്യം ചെയ്യുമെന്ന് ഡൽഹി പോലീസ്. സഹായികളിൽ നിന്ന് ഇന്നും മൊഴിയെടുപ്പ്. തരൂരിന് ആശ്വാസമേകാൻ സുനന്ദയുടെ ബന്ധുക്കളുടെ മൊഴി. രോഗിയായ സുനന്ദ മരുന്നുകൾ കഴിച്ചിരുന്നെന്ന് വീട്ടുകാർ. ദുബായിൽ തരൂരിന്റെ കൂടെ മുറി പങ്കിട്ടു എന്ന വാർത്തകൾ നിഷേധിച്ച് മെഹർ തരാർ. ഉണ്ടായത് സൗഹൃദം പുതുക്കൽ മാത്രം. തെളിവുകൾ തേടി ദൗത്യസംഘം. അഴിക്കും തോറും മുറുകുന്ന കുരുക്കിൽ തരൂർ. എല്ലാവർക്കും മാപ്പ് നൽകി ഷാർലി വന്നു. പ്രവാചകന്റെ കാർട്ടൂൺ മുഖചിത്രവുമായി തന്നെ ഷാർലി ഹെബ്ദോയുടെ പുതിയ ലക്കം ലോകത്തിന്റെ കൈകളിൽ. ഭീകരതയുടെ തോക്കിൻ മുനയിൽ മുട്ടുമടക്കില്ലെന്ന് നിശബ്ദ പ്രഖ്യാപനം. ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് ഫ്രാൻസിലെങ്ങും ജാഗ്രത. സുരക്ഷയ്ക്ക് 15,000 സൈനികർ. പുതിയ മുഖചിത്രത്തിൽ ഞാൻ ഷാർലി എന്ന പ്ലക്കാർഡുമായി പ്രവാചകൻ. എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നുവെന്ന് മുഖവാചകം. പ്രവാചകന്റെ ആക്ഷേപചിത്രം പ്രസിദ്ധീകരിച്ചതിന് പ്രതികാരമായി വാരികയുടെ ഓഫീസിൽ ഭീകരർ നടത്തിയ കൂട്ടക്കുരുതിയിൽ പിടഞ്ഞു വീണത് 10 മാധ്യമപ്രവർത്തകർ. വരവ് കൂടിയാലും തീരാത്ത ദാരിദ്ര്യം. പ്രതിസന്ധി മറികടക്കാൻ KSRTC ഗാരേജുകൾ പണയപ്പെടുത്തി 300 കോടിയുടെ വായ്പയ്ക്ക്. കടമെടുക്കൽ നീക്കം. സേവ് KSRTC പദ്ധതിയിലൂടെ പ്രതിദിനം 6.5 കോടിയുടെ വരുമാന വർധനയ്ക്കിടെ വായ്പയ്ക്ക് കൈനീട്ടുന്നത് എറണാകുളം ജില്ലാ സഹകരണ ബാങ്കിന് മുന്നിൽ. പണയമായി എറണാകുളം ആലുവ ഗാരേജുകൾ. ഇപ്പോഴത്തെ കടമെടുപ്പ് പെൻഷൻ കുടിശ്ശിക തീർക്കാനും ശമ്പളം നൽകാനും. പ്രതിസന്ധിക്കിടയിലും പുതിയ ബസ്സുകൾ വാങ്ങാൻ തീരുമാനം. കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.